ഇപ്പം നമുക്ക് കടപ്പുറമുണ്ട്, ശംഖുമുഖം. എപ്പോഴും പറയുന്നൊരു പ്രശ്നം എന്താണ്? ശംഖുമുഖം കടപ്പുറം തകർന്നുകൊണ്ടിരിക്കുന്നു, അത് ചെയ്യുന്നു, അടച്ചിരുന്നു. ഞാൻ പറഞ്ഞത്, എൻ്റെ ചെറുപ്പകാലത്ത് ഒരു 100-200 മീറ്റർ ഉണ്ടായിരുന്നു ശംഖുമുഖം ബീച്ച്. ഓക്കെ, ഇന്ന് എവിടെ പോയത്? കടലിലോട്ട് പോയി. കടലിൽ പോയതിനെ റീക്ലെയിം ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ നമ്മുടെ വികസിത രാജ്യം തൊട്ടടുത്ത് ദുബായ് പോയാൽ പാം ഐലൻഡ്, അങ്ങനെ ഐലൻഡേ ഇല്ലായിരുന്നു. കടലിലെ മണ്ണിനെ കരയിലിട്ട് കരയാക്കി കരയിൽ സ്ട്രക്ചേഴ്സ് കൊണ്ടുവന്നിട്ട് ഹ്യൂജ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നു. ഇവിടെ ഇതൊരു പ്രൈവറ്റ് പ്ലേയേഴ്സ്, വലിയ കമ്പനികളുണ്ട്. ഇത് മുഴുവൻ കപ്പലല്ല, ഡ്രഡ്ജേഴ്സ് വന്നിട്ട് ഡ്രഡ്ജറിനകത്ത് തന്നെ മെഷീൻസ് വന്ന് ഈ മണലിനെ ഉണക്കി മണലിനെ തുപ്പുന്ന പോലെ ഇങ്ങനെ സ്പ്രേ ചെയ്താണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് 10 കിലോമീറ്റർ ചുറ്റളവുള്ള ഐലൻഡ് വേണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യുക. കടപ്പുറത്തിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കംപ്ലീറ്റ് ഈ കോർണിഷസ് എന്ന് പറയും. നിങ്ങൾ മാപ്പ് അടിച്ച് നോക്കിയാൽ കാണാം എന്താണ് ഒരു കോർണിഷ് എന്ന് വെച്ചാൽ. അതായത് ആൾക്കാരുടെ ഒരു ഉത്സാഹത്തിനും മാനസിക ഉല്ലാസത്തിനുമായിട്ട് ബ്യൂട്ടിഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ലോഞ്ച് ചെയ്ത് മരങ്ങളും ഇരിക്കാനുള്ള സംവിധാനവും, അവിടെ തന്നെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സും ഷാക്സും മറ്റതും, സൈക്ലിംഗ് ട്രാക്ക്, വാക്കിംഗ് ട്രാക്ക്, പ്രായം ചെന്നവർക്ക് പ്രത്യേകിച്ച് ഇരിക്കാനുള്ള ഒരു കിയോസ്കുകൾ, ഇത്തരം ചെറുപ്പക്കാർക്ക് എല്ലാ തരക്കാർക്കും വൈകുന്നേരം ആരോഗ്യപരമായ മാനസികമായിട്ടും ശരീരം ഇതിനെല്ലാമുള്ള ഒരു കോർണിഷ്. ഒരു ഉദാഹരണത്തിന് ഒരു 2 കിലോമീറ്റർ ലെങ്ത്തിൽ കെട്ടുക. പലയിടത്തും 10-15 കിലോമീറ്ററാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ പോലും വെറുതെ കെട്ടിവെക്കലല്ല, അവിടെ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകൾ തുടങ്ങണം. അതിൽ തന്നെ കടപ്പുറം ബേസ് ചെയ്ത് അവിടുത്തെ ആൾക്കാർക്ക് 40% സംവരണം ചെയ്ത് കൊടുക്കുകയൊക്കെ നിങ്ങൾക്കായിട്ട് ഇവിടെ ചെയ്യാം. ബാക്കി ഈ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുക. അപ്പോൾ റവന്യൂ ജനറേറ്റ് ചെയ്യാം, സന്തോഷം ഉണ്ടാക്കാം, എല്ലാ തരക്കാർക്കും അവിടെ ചെന്ന് എൻജോയ് ചെയ്യാനുള്ള സംവിധാനം